ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ അരിപ്പൊടി മിക്സിയിലൊന്ന് കറക്കി വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ള കറികളൊന്നും വേണ്ടാതെ ഇത് ഒറ്റയ്ക്ക് ഒരു ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പത്തിരി നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പൊടിച്ച പൊടിയും പറ്റും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് റേഷൻ അരിയുടെ ചോറാണ് വെക്കുന്നത്, അരിയാണ് വെക്കുന്നത്. അപ്പോൾ അതാണ് ഞാനൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. മട്ടരിയുടെ ചോറാണ് കേട്ടോ, ഏത് അരിയുടെ ചോറും പറ്റും. ഇതിലേക്കൊരു 3 ചുവന്നുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്, അതായത് നല്ല ജീരകമാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം ത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നമുക്ക് അത്യാവശ്യം ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. ഇപ്പോൾ ഓരോ അരിപ്പൊടിയും വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതനുസരിച്ചിട്ട് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക. അത്യാവശ്യം ലൂസിലുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതേ കുറച്ച് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചുകൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് അരച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തിക്ക് പോരാ, നമുക്കിതിൽ കുറച്ചുകൂടി ഒരു ലൂസാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയിട്ട്, മിക്സിയിൽ ഇങ്ങനെ കറക്കൊന്നും വേണ്ട, വെറുതെ ഇങ്ങനെ ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇത് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 സ്പൂണോളം വരുന്ന നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ നല്ലെണ്ണ ഇന്ന് അത്യാവശ്യം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ചെറിയൊരു ക്യാരറ്റ് എടുത്തൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പച്ചമുളകാണ്. എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കാം. ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് എത്ര വേണം അതിനനുസരിച്ച് 1-2 പച്ചമുളക് കൂടുതൽ എടുക്കാം കേട്ടോ. ഇതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില കൂടി എടുത്തിട്ട് ആ കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് പിച്ചിക്കറി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവൻ ഇട്ടാൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനൊന്ന് പിച്ചിക്കറി ഇട്ടിട്ടുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് വഴറ്റി കിട്ടും. അപ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതേ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്തേക്കാം. അപ്പോൾ അതേ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മാവ് ഇതാണ്. മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് വേണ്ടത്. സാധാരണ നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കൂലേ, നമ്മൾ കലക്കി ചുടുന്ന അപ്പം രാവിലെ, അതിൻ്റെ ഒരു പരുവമാണ് നമുക്ക് ഇതിന് വേണ്ടത് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ വഴറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചേരുവകൾ ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ മാവിലേക്കാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ വഴറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റും പച്ചമുളകൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് സവാളയൊക്കെ വഴറ്റണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റിൻ്റെ ഒപ്പം വഴറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളി അരച്ചതുകൊണ്ട് പിന്നെ സവാള ഉള്ളി ഒന്നും ചേർത്തിട്ടില്ല. ഇങ്ങനെയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് കുഞ്ഞു മക്കൾക്ക് പോലും കൊടുക്കാൻ പറ്റും, അധികം എരിവൊന്നും ഇല്ലാത്തതല്ലേ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു അപ്പം ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി അറിയുക. അപ്പോൾ അഥവാ മാവിനൊരല്പം കട്ടിയുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ, മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഈ പരുവത്തിനാണുള്ളത്. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ അപ്പമൊക്കെ ചുട്ടെടുക്കുന്ന ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരല്പം നല്ലെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ നല്ലെണ്ണയൊന്ന് എല്ലാ വാഴലാടയും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കലക്കി റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ആവശ്യത്തിന് കോരി ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. ഇപ്പോൾ ഈ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കാം, ഇത് കുറച്ച് ടൈറ്റാണ്. അപ്പോൾ ഇത്രയും പോരാ. അപ്പോൾ ഈ ഒരു മാവ് ഞാൻ പറഞ്ഞില്ലേ, ഒരെണ്ണം നമ്മൾ ചുട്ട് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര കട്ടി വേണമെന്ന്. ഈ ഒരു കട്ടിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എന്നാൽ ഒരല്പം കൂടി ഒരു ലൂസാകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറിച്ചിടാം, അല്ലെങ്കിൽ ഇങ്ങനെയും പറ്റും. ഞാൻ അത് ഒരെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഓരോന്ന് ചുടുമ്പോഴും ഇരുമ്പിൻ്റെ ചണിച്ചട്ടി ആയതുകൊണ്ട് കുറച്ച് നല്ലെണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നോക്കാം, മാവിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചുകൂടി വെള്ളം പോലെ ആയിട്ടില്ലേ, ആ ഒരു പരുവാണ് വേണ്ടത്. കണ്ടോ, ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓട്ട പോലെ വരുന്ന രീതിയിൽ വേണം മാവ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതെ ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പച്ചരി ഒന്നും കുതിർത്ത് അരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അടുത്ത് പൊടി ഉണ്ടെങ്കിൽ, അരിപ്പൊടി ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടാവില്ലേ? ട്രൈ ചെയ്യാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ അതെ ഇത് 2 എണ്ണം ഇപ്പോൾ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഓരോന്നും നമ്മൾ ചുടുമ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇതൊന്ന് ചട്ടിയിലേക്ക് കോരി ഒഴിക്കാനായിട്ട്. ഇപ്പോൾ കറികളൊന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഈ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ സ്വീകരിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.